എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേരളം ഈ അവഗണന? ഇവിടെ അല്പം വികസിച്ചുപോയി, ഇവിടെ കുറച്ച് അഭിവൃദ്ധിപ്പെട്ടുപോയി. അതിനോടുള്ള നീരസമല്ലേ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ്. ഈ മുരടിപ്പിനെതിരായി എന്തെങ്കിലും പ്രതികരിക്കാൻ കേരളത്തിലെ UDF കോൺഗ്രസ് UDF എംപിമാരോ മുന്നോട്ട് വരുന്നില്ല. ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരായി യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എന്ന കാര്യം വെച്ചുകൊണ്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് മന്ത്രിമാർക്ക് സമർപ്പിക്കാൻ, ധനമന്ത്രിക്ക് സമർപ്പിക്കാൻ UDFന്റെ എംപിമാർ ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പുവെക്കാൻ പോലും ഇതിനു മുൻപ് തയ്യാറായില്ല. കേരളത്തിന്റെ വികസനം മുരടിക്കരുത്. അതുകൊണ്ട് തന്നെ വികസനത്തിനുള്ള പണം കണ്ടെത്തി ഫലപ്രദമായൊരു പ്ലാനിങ്ങിലൂടെ അതിവേഗത്തിലുള്ള വികസനത്തിന് കേരള ഗവൺമെന്റ് രൂപം കൊടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണനയ്ക്കെതിരെ കേരളത്തോട് കാണിക്കുന്ന, കേരള ജനതയോട് കാണിക്കുന്ന അവഗണന, ഇത് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. കേരളത്തിലെ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം. കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് മുരടിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നീതികേട്, ജനവിരുദ്ധ നയങ്ങൾ, ഇതിനെതിരായിട്ടുള്ളൊരു വലിയ പ്രക്ഷോഭം ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ബഹുജന സമരങ്ങളായിരുന്നു. ഇനി ഡൽഹിയിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ജന്തർ മന്ദിർ, അവിടെയാണ് ഡൽഹിയിൽ സമരകേന്ദ്രം. കേരള ഹൗസിന്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്ദിറിൽ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ, അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ MLAമാരും എംപിമാരും, രാജ്യസഭയിലെയും ലോകസഭയിലെയും എംപിമാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് LDF തീരുമാനിച്ചത്. LDF ആഗ്രഹിക്കുന്നത് ഇത് LDFന്റെ മാത്രം ഒരു സമരമായി മാറരുത്. ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും വ്യത്യസ്ത കക്ഷികളിലാണെങ്കിൽ പോലും അവരെല്ലാം കേരളീയരാണ്. കേരളത്തിന്റെ വികസനം, അഭിവൃദ്ധി, കേരള ജനതയുടെ അഭിവൃദ്ധി, ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമരവുമായി, ഈ പ്രവർത്തനവുമായി സഹകരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെ ഒരു യോജിച്ച പ്രവർത്തനത്തിന്, ഡൽഹിയിൽ യോജിച്ച് ഒരു സമരത്തിന് അവരുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷവുമായി, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDFനോട് അഭ്യർത്ഥിക്കുന്നത്, ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് നിങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MPമാരും നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം. നിങ്ങളുടെ MLAമാരും MPമാരും കൂടി ഈ സമരത്തിൽ പങ്കാളികളാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതൊരു വലിയ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസാണ്. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ പോയി ഒരു സമരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കണം, എല്ലാ മുഖ്യമന്ത്രിമാരെയും അറിയിക്കണം, കേന്ദ്രമന്ത്രിമാരെയും അറിയിക്കണം. അവരെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ പ്രശ്നം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്.
ഒരാളെയും മാറ്റി നിർത്താനല്ല. കേരളത്തിന്റെ പ്രശ്നമാണ്, നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേരളം ഈ അവഗണന? ഇവിടെ അല്പം വികസിച്ചു പോയി, ഇവിടെ കുറച്ച് അഭിവൃദ്ധിപ്പെട്ടുപോയി. അതിനോടുള്ള നീരസമല്ലേ? അതാണല്ലോ ഇപ്പോൾ ചില കേന്ദ്രമന്ത്രിമാർ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ സംരംഭമാണ് കേരളത്തിന്റെ വളർച്ച. കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണമാണ് കേരളത്തിന്റെ അഭിവൃദ്ധി. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും 62 ലക്ഷം ആളുകൾക്ക് മാസം പ്രതി 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ കേരളം? വേറെ എവിടെയുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്കൊന്നും വിഹിതം തരുന്നില്ല. ആ വിഹിതം കാത്തു നിന്നിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എവിടെയാ പോയിക്കൂടാത്തത്? അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നു. അവരുടെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. കേരളത്തിന് പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ല. അദ്ദേഹം എല്ലാം പറഞ്ഞ് അവസാനം പറഞ്ഞ് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. ഞാനന്ന് പത്രക്കാരോട് പറഞ്ഞു, രാമൻ നായർ നന്നായി രാമായണം വായിക്കും. ആരാ പറയുന്നത്? രാമൻ നായർ തന്നെ. ഇവിടെ ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ. പിന്നെ എന്ത് ഗ്യാരണ്ടിയാ? അത് കൊടുത്താൽ പോരെ? അതാണ് കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ആ കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യം കൂടുതൽ പറയേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളല്ലാതെ എന്ത് കാര്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്?